നമ്മളെ ചാനലിൽ അധികം ചെയ്യാത്തൊരു സംഭവമാണ് വ്ളോഗ് എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ, ഫിറ്റ്നസ്സും റണ്ണിങ്ങും ഓരോ ഡോപ്പമിൻ കൺട്രോളും ഓരോ ഫോക്കസും അതും ഇതൊക്കെ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ലിവ് ചെയ്യുന്നുണ്ടോ, ഞാൻ ആ ജീവിതം തന്നെയാണോ ജീവിക്കണത് എന്നുള്ളത് കാണിക്കണമല്ലോ. അപ്പോൾ എപ്പോഴും ആഗ്രഹമുണ്ട് നമ്മൾ ചാനലിൽ വ്ളോഗ് കൊണ്ടുവരണം എന്നുള്ളത്. ചെറിയ ചെറിയ കൺഫ്യൂഷനുകളാണ്. ഒന്ന്, നമ്മൾ ഈ ഒരു ടോക്കിംഗ് ആയിട്ട് രീതിയിൽ എഡ്യൂക്കേഷണൽ ടൈപ്പ് വീഡിയോസ് ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ പിന്നെ അതിക്ക് വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഓഡിയൻസിന് ഇഷ്ടമല്ലാതെ ആവുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി 2-3 വ്ളോഗ് ഇട്ട പിന്നെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് കമൻറ്റുകളും ഫുള്ള് നെഗറ്റീവ്സാണ്. പിന്നെ എനിക്കെന്നത് കാണുമ്പോൾ എന്തോ ഒരു ചടപ്പോലൊക്കെ തോന്നി. വ്യൂസും എല്ലാ കാര്യങ്ങളും കുറവാണ്, എൻഗേജ്മെൻ്റ് ഒക്കെ കുറവാണ്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. പക്ഷേ നമ്മൾ എന്താ പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു വ്ളോഗോ, എല്ലാ ആഴ്ചയിലും ഓരോ എഡ്യൂക്കേഷൻ ടൈപ്പ് വീഡിയോ ഇടുന്ന, അതേപോലെ തന്നെ ഓരോ വ്ളോഗുകൾ ഞാനിങ്ങനെ ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവങ്ങൾ, ഡേ ഇൻ ലൈഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എത്രത്തോളം അടിപൊളിയാവും എന്നുള്ളത്. ഇപ്പോഴത്തെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു മാരത്തോൺ ഉണ്ട്. എവിടെ വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പളശ്ശേരിയാണ്, പെരിന്തമണ്ണിൽ നിന്ന് കുറച്ചുകൂടി പോകണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരിന്തമണ്ണയാണ്. അപ്പോൾ ഇവിടെ ഇനി ഇപ്പോൾ രാത്രി ഏകദേശം 8:30 ആയിട്ടുള്ളൂ. ഇനി അടുത്ത ബസ് 9-9:15-നാണ്. അതാണ് ഇപ്പോൾ രാത്രിക്കകത്തെ പ്രശ്നം. മാരത്തോൺ നാളെ രാവിലെയാണ്, രാവിലെ 6 മണിക്കാണ്. പക്ഷേ രാവിലെ എനിക്ക് ഏകദേശം 1-1.5 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ അവിടുന്ന് 1.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്താണ് ഇങ്ങോട്ട് വരിക എന്നുള്ളത് റിസ്ക്കാണ് രാവിലെ. അപ്പോൾ എനിക്ക് 6 മണിക്കുള്ളതിന് 4:30-ക്കൊക്കെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി ജിമ്മൊക്കെ കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് നേരെ ബസ് കയറുക, പെരിന്തമണ്ണ ബസ് കയറുക, എന്നിട്ട് പെരിന്തമണ്ണ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ചെറുപ്പളശ്ശേരിക്ക് ബസ് കയറുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ രാത്രി ബസ് കുറവാണ്. പെരിന്തമണ്ണിൽ നിന്ന് ഇനി 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ബസ്സുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത്രേ ഉള്ളൂ, നമ്മൾ പരിപാടി ഇത്രേ ഉള്ളൂ. ഇനി ബസ് കയറി അവിടെ പോവും, അവിടെ സ്റ്റേ ചെയ്യും. അവിടെ എങ്ങനെ സ്റ്റേ ചെയ്യുന്നൊന്നും അറിയില്ല. അത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എഡെക്സ് എന്ന് പറയുന്നത്, ഓലാണ് നടത്തുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണർ അംബ്രാസ്ക നമ്മളെ ഫ്രണ്ടാണ്, നമ്മളറിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഓലും മുഖേന അങ്ങനെ പോവാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഓരോ ഹോസ്റ്റലിലോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് നമുക്ക് വെറുതെ വെച്ചായിട്ട് കാണാം. എന്തായാലും ഇപ്പോൾ എന്താ പരിപാടി വെച്ചാൽ മാക്സിമം സോഷ്യൽ സിറ്റുവേഷൻക്ക് ഇറങ്ങുകയാണ്, മാക്സിമം ആൾക്കാരുടെ ഇടയിൽ ഇടപഴകുക. മാക്സിമം ഇതിപ്പോൾ ഭയങ്കര അൺകംഫർട്ടബിളാണ് ഈ പരിപാടി. രാത്രി പോരണം, നമുക്കറിയാത്ത വല്ല പരിചയമില്ലാത്ത ആൾക്കാരെ അടുത്ത് പോയി സ്റ്റേ ചെയ്യാണ്. പിന്നെ രാവിലെ ഇറങ്ങി ഓടുകയാണ്, ഫുള്ള് ബസ്സിലാണ് യാത്ര. സത്യം പറയുകയാണെങ്കിൽ ഫുൾ അൺകംഫർട്ടബിളാണ്. ഇതിലായിട്ട് നല്ലത് വീട്ടിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. നമ്മളെ റൂട്ടീനൊക്കെ ആയിട്ട് ജിമ്മും രാവിലെ സാധാരണ നീക്കലും റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. പക്ഷെ അൺകംഫർട്ടബിളായ സംഭവങ്ങൾ ചെയ്യണം എന്ന് ഞാൻ എനിക്ക് തന്നെ ഫോഴ്സ് ചെയ്യാണ്. അപ്പോൾ സോഷ്യൽ സിറ്റുവേഷൻക്ക് ഇറങ്ങി പണിയെടുക്കുന്നതും അതേപോലെ ആക്ച്വലി ഞാൻ പണ്ട് എന്നല്ല, ഇപ്പോൾ ഈ അടുത്ത് വരെ ഭയങ്കര രീതിയിൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളാണ്. ഇപ്പോഴാണ് ഒന്ന് ചെറിയ രീതിയിൽ ഇമ്പ്രൂവ് വരുന്നത്. നമ്മളെ ചാനലിൽ പല ആൾക്കാരും പറയലുണ്ടല്ലോ സോഷ്യൽ ആങ്സൈറ്റിൻ്റെ വീഡിയോ ഇടോ, സോഷ്യൽ ആങ്സൈറ്റി എങ്ങനെ ഒഴിവാക്കുക എന്നൊക്കെ ഉള്ളത്. അത് ഇടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇന്നെ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഞാൻ അങ്ങനെയാണ് എൻ്റെ ചാനലിലുള്ള അധിക വീഡിയോസ് ഇടല്. ഞാൻ ഒരു സംഭവം പഠിച്ച് ആ സംഭവം ചെയ്ത് സോൾവ് ചെയ്ത് എനിക്ക് വിശ്വാസമായ സാധനങ്ങളാണ് ഞാൻ അധികം ചാനലിടൽ. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഇല്ലാതാക്കി ഞാൻ ഇന്നെ തന്നെ പ്രൂവ് ചെയ്യണം, എന്നാലും എനിക്കത് എങ്ങനെയാണ് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം സോഷ്യൽ സിറ്റുവേഷനിലൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ പരിചയമില്ലാത്ത ആൾക്കാരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഈവൻ ദോ അൺകംഫർട്ടബിൾ ആണെങ്കിലും ഞാൻ ക്രിയേറ്റ് ചെയ്യും. എന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂൺ അതിന് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് നേരം വെയിറ്റിംഗ് ആണ്. ഞാനൊരു ബുക്ക് കൊടുത്തിങ്ങനെ ബസ്സിൽ പോകുമ്പോൾ വായിക്കണം, അതേപോലെ ഇങ്ങനെ പോലെ വെയിറ്റ് ചെയ്യും നിങ്ങൾക്കറിയാം. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ വായിക്കണം. അപ്പോൾ ഇനി കാണാം. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ബസ് കിട്ടി. നമ്മൾ ചെറുപ്പളശ്ശേരി എത്തി. അപ്പോൾ 9:15 കിട്ടേണ്ട ബസ് കിട്ടിയത് 10 മണിക്കാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 10:45 ഇനിയൊരു 15 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എഡെക്സിലെത്തും. എന്നിട്ട് അവിടെ എത്തിയിട്ട് വേണം എവിടെ നിൽക്കണത്, എങ്ങനെ നിൽക്കണത്, ഏത് മൂലക്ക് ഉറങ്ങും എന്നൊക്കെ തീരുമാനിച്ചാൽ. ഫിനാൻഷ്യൽ ഫ്രീഡത്തേക്കാളും അടിപൊളി ഫ്രീഡം ഏതാണെന്നറിയോ? ടൈം ഫ്രീഡാണ്. ടൈം ഫ്രീഡം മാത്രമല്ല, ടൈം ഫ്രീഡും ലൊക്കേഷൻ ഫ്രീഡും. നമ്മളെ സമയം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രീഡം. ഒരു വാപ്പ നമ്മളോട് ചോദിച്ചാൽ വരുന്നില്ല, ഒരു വാപ്പ നമ്മളോട് അത് ചെയ്യുന്നു പറയാൻ വരുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഫ്രീഡം. മോനെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അത് അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ. പക്ഷെ ശരിയാണ്, ടൈം ഫ്രീഡം ഉണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല.
കാരണം ടൈം കുറേ ഉണ്ടാവും. നമുക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം, നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും വേണം. പക്ഷെ ഞാൻ പറയണു ഇതിൽ ഏറ്റവും ചെറിയ രീതിയിൽ വീഡിയോ എടുക്കുന്ന ഇടയിൽ 2 ചെക്കന്മാർ എന്താണ് വ്ളോഗറാണ് വെച്ചു. അപ്പോൾ നമ്മളെ ചാനൽ കാര്യങ്ങളൊക്കെ കാണിച്ചെടുത്തു. വ്ളോഗറല്ല, കണ്ടന്റ് ക്രിയേറ്ററാണ്. ചാനലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു. അപ്പോൾ ഇഞ്ഞേ അവിടെ സ്ഥലത്തിരി ഞാൻ കാണിച്ചു തരാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഫ്ലാഷ് അടിയൊക്കെ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുഖം അടിച്ച് വീഴും. ഇവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്യണത്. ഇതിവിടെ എഡെക്സത്തെ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല, എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളൂ, എന്നാലും നമുക്ക് ധാരാളമാണ്. നേരത്തെ കണ്ട സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലിലാണ് നിന്നത്. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലാണത്. എ സി ഒക്കെ ഉണ്ട്, നല്ല സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്, എഡെക്സ് ലൈഫ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ താഴെ തന്നെയാണ് ആ ഹോസ്റ്റൽ. എൻ്റെ ഇടയിലാണ് കിടന്നുറങ്ങിയത്. ഇനി നമ്മൾ ഗ്രൗണ്ടിൽ ചെന്നിട്ട് കാണാം. ഇവിടെ പരിപാടി തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ നിൽക്കണുള്ളൂ, ആൾക്കാരൊക്കെ എത്തി തുടങ്ങണുള്ളൂ. അപ്പോൾ ജെയ്സി കൊടുക്കലും വാങ്ങലിലൊക്കെ തിരക്കിലാണ്. അപ്പോൾ അവിടെ ജെയ്സി കൊടുക്കുന്ന മെയിൻ ആളാണ് ഞാൻ പറഞ്ഞ അംബ്രാസ്ക. കുറേ കാലത്തിന് ശേഷമാണ് മാരത്തോൺ കിട്ടുന്നത്. ഒരിക്കലും പ്രൈസ് അടിക്കുക, മുമ്പിലെത്താമെന്നല്ല, പക്ഷെ നിർത്താതെ ഓടുക, മൈൻഡിനെ പുഷ് ചെയ്യുക. മെയിനായിട്ട് മാരത്തോണിൻ്റെ എയിം വരുന്നത് നമുക്കൊക്കെ കേട്ടോ. Who's gonna carry the boats? Who's gonna carry the logs? It's me. Who's gonna carry the boat? Yeah, buddy. I hope you all are eager to know that. സംഭവം അടിപൊളിയായിരുന്നു. 5 കിലോമീറ്റർ പഴയ പോലെ സ്പീഡൊന്നുമില്ല, എന്നാലും നിർത്തിയിട്ടില്ല, കണ്ടിന്യൂസ് ആയി കണ്ട് ഓടി. പരിപാടി കഴിഞ്ഞു, ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ബസ് കയറിയിരിക്കണ്, അത്രേ ഉള്ളൂ നമ്മളെ മെയിൻ വ്ളോഗ് എന്ന് പറയുന്നത്. പിന്നെ എഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല് എന്താണെന്നുള്ളത് ഞാൻ മര്യാദ പറഞ്ഞിട്ടില്ല വീഡിയോയിൽ. ഓലൊരു എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ്. അതായത് നമ്മളെ നോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലല്ല. അവിടുത്തെ മെയിൻ പരിപാടി പറഞ്ഞാൽ ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്യണത് ഓരെന്നെയാണ്. അവിടുത്തെ സ്റ്റുഡൻസും അവിടുത്തെ സ്റ്റാഫും ഓരോ എല്ലാവരും കൂടിയിട്ടാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർപ്രണർഷിപ്പ് അതേപോലെ ജോബിനാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്കില്ലുകൾ നമുക്ക് വേണമല്ലോ. പബ്ലിക് സ്പീക്കിങ്, സെയിൽസ്, പെർസുവേഷൻ, മാർക്കറ്റിങ്, ആൾക്കാരെ കൺവിൻസ് ചെയ്യൽ, പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവരെ മെയിൻ പരിപാടി പറഞ്ഞാൽ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനവിടെ ആദ്യം ജോയിൻ ചെയ്യാൻ നിന്നിരുന്നു, പിന്നെ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു കൺസെപ്റ്റാണ് ഒക്കെ. ഇപ്പോൾ ഈ മാരത്തോണൊക്കെ നടത്തി ആ കുട്ടികളെ ട്രെയിൻ ചെയ്യുക, ഓലെ എന്താ പറയുക സ്പോൺസർമാരെയും എല്ലാവരും ഇവരാണ് പോയി കൺവിൻസ് ചെയ്യണത്, അവിടുത്തെ സ്റ്റുഡൻസാണ്.
അപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലില്ലാത്തൊരു രീതിയാണിത്. നമ്മളിപ്പോൾ നീന്തൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെയിൽസ് പഠിക്കണമെങ്കിൽ, മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിലൊക്കെ നമ്മൾ കുറേ ഡിഗ്രി ബുക്ക് വായിച്ചിട്ട് കാര്യമില്ല. നമ്മളെ സാധനം ചെയ്താണ്ട് പഠിക്കണം. അപ്പോൾ അതാണ് അവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നാട്ടിലെത്തിയിട്ട് കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. മാരത്തോണൊക്കെ കഴിഞ്ഞു, നമ്മൾ നാട്ടിലെത്തി, ബസ് ഇറങ്ങി, വീട്ടിലെത്താനായി. ഇനി കുറച്ച് നേരം നടക്കാണ്ട്. ദാറ്റ്സ് ദ ഹോൾ എക്സ്പീരിയൻസ്. ആക്ച്വലി ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതൽ വ്ളോഗ് ഇടും. ഇത് ഞാനൊരു പബ്ലിക് ജേണൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡയറി ആയിക്കാണ്ട് കീപ്പ് ചെയ്യാൻ വിചാരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ്, അതേപോലെ സോഷ്യൽ സ്കിൽസ് എന്നുള്ളത്. അപ്പോൾ ഈ സാധനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഐ സക്ക് അറ്റ് ക്രിയേറ്റിംഗ് വ്ളോഗ്സ്. എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയുണ്ടാവും ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്, എൻ്റെ മറ്റേ വീഡിയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെ മറ്റേ വീഡിയോ ഒക്കെ ഞാൻ ഇതേപോലെ തന്നെ ബാഡായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ചെയ്ത് റെഡി ആയതാണ്. അപ്പോൾ അതേപോലെ ഇനി വ്ളോഗുകളും അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇൻഷാ അല്ലാ. ദിസ് ഈസ് എ പബ്ലിക് ജേണൽ അല്ലെങ്കിൽ പബ്ലിക് ഡയറി. യു ക്യാൻ വാച്ച് ലൈക്ക് 5 years later or 3 years later. അപ്പോൾ അറിയാം, ഷാം he didn't start from really great. He started from scratch. He was really bad at creating videos, at creating vlogs. ഇത് എത്രത്തോളം എൻ്റർടൈനിങ് ആണെന്നോ വാല്യൂ കിട്ടിക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കുറേ സ്ഥലത്ത് എനിക്ക് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആൾക്കാരുകളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പല കണ്ടന്റുകളും മിസ്സായിട്ടുണ്ടാവും. എന്നാലും I will keep uploading, I will keep improving. I will let you guys know how the other side of the life of mine. അതായത് ഞാൻ സംസാരിക്കണ മാത്രമല്ല എല്ലാവരും കാണുള്ളൂ, ലൈഫ് എങ്ങനെയാണെന്ന് അറിയാലോ. So I'll let you know the day in life, what I eat in a day, how a Sunday looks like, how a work day look like. So that's it. നമ്മളിവിടെ റാപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, see you in the next video.